ഡിയർ മക്കളെ +1 കുട്ടികളുടെയും ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ +2 കുട്ടികളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ +1 കുട്ടികളുടെയും ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. മക്കളെ നോക്കുക, നിങ്ങൾക്ക് ഏതൊക്കെ ദിവസമാണ്. +1 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫസ്റ്റ് പബ്ലിക് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എഴുതാൻ പോകണം കേട്ടോ. പബ്ലിക് എക്സാമിന് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് ആ മോഡൽ എക്സാം നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോവുകയാണ്. കാരണം ഓൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ സ്കൂളിൽ തയ്യാറാക്കിയതായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ബോർഡ് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ പോകണം മക്കളെ. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിനുവേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. 9-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞാണ് എക്സാം. ഓക്കെ, ആഫ്റ്റർനൂണാണ് നിങ്ങളുടെ എക്സാം. +2 കുട്ടികൾക്ക് രാവിലെയാണ് എക്സാം. അപ്പോൾ നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞാണ് നിങ്ങളുടെ എക്സാമുകളെല്ലാം നോക്കുക കേട്ടോ. ഞാൻ കൊമേഴ്സ് കുട്ടികളുടെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല, സയൻസ് കുട്ടികളുടെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. കൊമേഴ്സ് കുട്ടികൾ നിങ്ങളുടെ സബ്ജക്റ്റ് നോക്കുക കേട്ടോ. സോ 9-ാം തീയതി തിങ്കളാഴ്ച സെക്കൻഡ് ലാംഗ്വേജ്, നോ പ്രോബ്ലം, പഠിക്കാൻ ധാരാളം സമയമുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് വളരെ എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ് പൊതുവേ. സോ അത് എളുപ്പം പഠിക്കാനുള്ള സമയം ഉണ്ട് ഇവിടെ. തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെയാണ്, അന്ന് ഇംഗ്ലീഷാണ്. സോ തൊട്ടടുത്ത ദിവസം ഇംഗ്ലീഷ്. പിന്നെ 11-ാം തീയതി കെമിസ്ട്രിയാണ് മക്കളെ. അന്ന് ബിസിനസ് സ്റ്റഡീസ് കൊമേഴ്സുകാർക്കുണ്ട്, ബാക്കിയുള്ള സബ്ജക്റ്റുകാർ അത് നോക്കുക കേട്ടോ. അപ്പോൾ 3-ാം ദിവസം അപ്പം ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും കഴിഞ്ഞ ഉടനെ കെമിസ്ട്രി. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കോണം കെമിസ്ട്രി. കാരണം കെമിസ്ട്രി പഠിക്കാനായിട്ടുള്ള ഗ്യാപ്പ് കണ്ടല്ലോ. പിന്നെ നിങ്ങൾക്കൊരു പ്രത്യേകത, ഒരു സമാധാനം എന്തെന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ് ആണ് എക്സാം. സോ രാവിലെ വരെ ഇരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ 12-ാം തീയതി മാത്സ്. 12-ാം തീയതി നമ്മുടെ സബ്ജക്റ്റാണ്. സോ വ്യാഴാഴ്ചയാണ് മാത്സ്. ഓക്കെ, വ്യാഴാഴ്ച മാത്സ് ആണ്. രാവിലെ സമാധാനമായിട്ടിരുന്ന് പഠിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുണ്ട്. റിവിഷൻ ചെയ്യാനുള്ള ടൈം ധാരാളം ഉണ്ട് കേട്ടോ. 13-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾക്ക് എക്സാം ഇല്ല, അന്ന് കൊമേഴ്സുകാർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ 14, 15 ശനി ഞായറാണ്. അന്നിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് ചൊവ്വാഴ്ചയാണ്. തിങ്കളാഴ്ച നിങ്ങൾക്ക് എക്സാം ഇല്ല, ചൊവ്വാഴ്ച കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്കാണ് എക്സാം. തൊട്ടടുത്ത ദിവസം ബുധനാഴ്ച ഫിസിക്സ്. അപ്പോൾ ഇവിടെ എന്താണ്, നിങ്ങൾ ബയോളജി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ധാരാളം സമയം ഫിസിക്സ് പഠിക്കാനുണ്ട്. ഫിസിക്സ് പഠിക്കാനും ബയോളജി തൊട്ടടുത്ത ദിവസമുണ്ട്. ഫിസിക്സും ബയോളജിയും നിങ്ങൾക്ക് ധാരാളം സമയം പഠിക്കാം. അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസും ഫിസിക്സും പഠിക്കാനുള്ള സമയമുണ്ട്. കാരണം തിങ്കളാഴ്ച വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ശനി ഞായർ തിങ്കൾ, ഈ 3 ദിവസം നിങ്ങൾക്ക് സമാധാനമായിട്ടിരുന്ന് ബാക്കി നിങ്ങളുടെ 2 സബ്ജക്റ്റ് പഠിക്കാം. കമ്പ്യൂട്ടർ സയൻസും പഠിക്കാം, ഫിസിക്സും പഠിക്കാം. ബയോളജി കുട്ടികൾക്ക് ബയോളജിയും പഠിക്കാം, ഫിസിക്സും പഠിക്കാം. സോ നല്ലൊരു എന്താ പറയുക, സമാധാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മക്കളെ ടൈം ടേബിൾ കണ്ടല്ലോ, ഒന്നുകൂടെ ഞാൻ പറയാം. 9-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, മലയാളം ആണെങ്കിൽ മലയാളം. തൊട്ടടുത്ത ദിവസം 10-ാം തീയതി ഇംഗ്ലീഷ്, 11-ാം തീയതി കെമിസ്ട്രി, 12-ാം തീയതി മാത്സ്. ആ ആഴ്ച കഴിഞ്ഞല്ലോ. 10, 9, 10, 11, 12 4 ദിവസം അടുപ്പിച്ച് എക്സാം. പിന്നെ വെള്ളി ശനി ഞായർ നിങ്ങൾക്കില്ല. വെള്ളി ശനി ഞായർ തിങ്കളില്ല നിങ്ങൾക്ക് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെള്ളി ശനി ഞായർ തിങ്കൾ മക്കളെ 4 ദിവസം നിങ്ങൾക്ക് അവിടെ ഗ്യാപ്പുണ്ട്. വെള്ളി ശനി ഞായർ തിങ്കൾ, ധാരാളം സമയം, 4 ദിവസം അവിടെ നിങ്ങൾക്ക് ഗ്യാപ്പുണ്ട്. സയൻസ് കുട്ടികൾക്ക് വെള്ളി ശനി ഞായർ തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച കമ്പ്യൂട്ടർ സയൻസ് ഉള്ളൂ. ഇപ്പോൾ 2 ദിവസം വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ 2 സബ്ജക്റ്റ് പഠിക്കാനുള്ള സമയമുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് 2 ദിവസം പഠിക്കാം, ഫിസിക്സ് 2 ദിവസം പഠിക്കാം, ബയോളജി 2 ദിവസം പഠിക്കാം, ഫിസിക്സ് 2 ദിവസം പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുക ഏതാണ് നമ്മൾ ആദ്യം പഠിച്ച് തീർക്കേണ്ടത്. കെമിസ്ട്രിയും മാത്സും ഇപ്പോഴേ പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ പഠിച്ച് തീർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫിസിക്സും ബയോളജിയോ ഫിസിക്സും കമ്പ്യൂട്ടറോ ഈ ഒരാഴ്ച പഠിച്ച് തീർക്കുക. എന്നിട്ട് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ 9-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപിലത്തെ ആഴ്ച നിങ്ങൾ മാത്സും കെമിസ്ട്രിയും പഠിച്ച് തീർക്കുക. മനസ്സിലായി മക്കളെ? 9-ാം തീയതിക്ക് തൊട്ട് മുമ്പ് 8, 7, 6 ആ ദിവസങ്ങളിൽ നിങ്ങൾ വേണമെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജോ ഇംഗ്ലീഷോ പഠിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ലാസ്റ്റുള്ള എക്സാമിൻ്റെ വേണമെങ്കിൽ വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സും ബയോളജിയും ഇപ്പോഴേ പഠിച്ച് തീർക്കുക. കാരണം ആ 2 ദിവസം നിങ്ങൾക്ക് പഠിച്ച് റിവിഷൻ ചെയ്യാനും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള സമയമുണ്ട്. സോ ഇപ്പോൾ അത് പഠിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് അടുത്തായിട്ട് എടുക്കുന്നത് നിങ്ങൾ കെമിസ്ട്രിയും മാത്സുമാണ്. കെമിസ്ട്രി മാത്സ് നിങ്ങൾ അതിന് ശേഷം പഠിച്ച് അതങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സാം അടുക്കും 6, 7 7, 8 അല്ലെങ്കിൽ 6, 7, 8 ആ തീയതികളിൽ നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജോ ഇംഗ്ലീഷോ എടുത്താൽ മതി. കാരണം ആ 2 ദിവസം കൊണ്ട് പഠിക്കാനേ ഉള്ളൂ അല്ലേ നിങ്ങൾക്ക്. വായിച്ചു നോക്കാനും മനസ്സിലാക്കാനുള്ള ആ ദിവസം ധാരാളമാണ്. അപ്പോൾ സമയമില്ലെന്ന് പറയില്ല മക്കളെ. ഈ ഒരു പ്ലാനിങ്ങോട് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം.
എല്ലാ കുട്ടികളും നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ. അതോടൊപ്പം നമ്മുടെ ചാനലിൽ മാത്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് ടഫ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് പറ്റുന്ന പോലെ വീഡിയോസായിട്ട് ഞാൻ വരാം മക്കളെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ടഫ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ കൂടെയും കൂടുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെയും കൂടിക്കുക കേട്ടോ മക്കളെ. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികളും നല്ലൊരു മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മക്കളെ. എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. ഓക്കെ, ബൈ.